നമസ്കാരം. പലപ്പോഴും പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, യഥാർത്ഥ മോട്ടിവേഷൻ എന്താണെന്ന്. എന്താണ് യഥാർത്ഥ മോട്ടിവേഷൻ? നാം ഇന്നലകളിൽ അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നാം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നാം ദുഃഖത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ, നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ സംഭവങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, ആ ശ്രമം വിജയിച്ചിട്ടുണ്ടെങ്കിൽ, അതുതന്നെയാണ് യഥാർത്ഥ മോട്ടിവേഷൻ. ചിലതൊക്കെ നമുക്ക് സാധിക്കുമെന്ന് നാം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ, ആ അനുഭവങ്ങൾ തന്നെയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്ന യഥാർത്ഥ പ്രചോദക ശക്തികൾ. നമ്മുടെ ഇന്നലകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനായിട്ട് ഒരു ശ്രമം നടത്തുമ്പോൾ ചിലതൊക്കെ കാണുവാൻ സാധിക്കും. നമ്മൾ പോരാടിയ ചില നിമിഷങ്ങൾ, നമ്മുടെ പോരാട്ടം വിജയത്തിലെത്തിയ ചില നിമിഷങ്ങൾ. ഇനി അങ്ങനെ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ചുറ്റുമുള്ള ചില ജീവിതങ്ങളിലേക്ക് നോക്കിയാൽ മതിയാകും. കുറവുകളെ അംഗീകരിച്ചുകൊണ്ട് മികവുകളെ കണ്ടെത്തുവാനും ജീവിക്കുവാനും പോരാടുന്നവർ, ആ പോരാട്ടത്തിൽ പുഞ്ചിരി കാത്തുസൂക്ഷിക്കുന്നവർ. അതെ, നമ്മുടെ ചുറ്റിനുമുണ്ട് യഥാർത്ഥ പ്രചോദക ശക്തികൾ. നമ്മിലെ കരുത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മിലെ മികവുകളെ അംഗീകരിച്ചുകൊണ്ട്, നമ്മിലെ കുറവുകളെ അംഗീകരിച്ചുകൊണ്ട്, നമ്മിലുള്ള ആ ഒരു പോരാട്ട വീര്യത്തെ ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യഥാർത്ഥ മോട്ടിവേഷന് അങ്ങ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തി നോക്കേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ തന്നെ നോക്കിയാൽ, നമ്മുടെ കുടുംബത്തിൽ തന്നെ നോക്കിയാൽ, നാം കടന്നു വന്ന ഇന്നലകളിൽ നിന്ന് കിട്ടും നമുക്ക് മുന്നേറുവാനുള്ള ഇന്ധനം. നമുക്ക് ചുറ്റുമുള്ള ചില ജീവിതങ്ങൾ നൽകും പ്രചോദന ശക്തിയുള്ള ചില പാഠങ്ങൾ. അതെ, ചുറ്റുമുണ്ട് മോട്ടിവേഷൻ. നമ്മുടെ ഉള്ളിലുണ്ട് യഥാർത്ഥ പ്രചോദക ശക്തി. നമുക്ക് മുന്നേറാൻ സാധിക്കുമെന്നുള്ള നമ്മുടെ ചിന്തയാണത്. നമുക്ക് ജയിക്കാൻ സാധിക്കുമെന്നുള്ള നമ്മുടെ തീരുമാനമാണത്. നാം അതിജീവിച്ച ഇന്നലകളിലെ പ്രതിസന്ധികളാണത്. അതെ, നമുക്ക് ചിലതൊക്കെ സാധിക്കും. നല്ലൊരു ദിനം കാത്തിരിക്കുന്നു. ആസ്വദിക്കാം. നേരുന്നു ശുഭദിനം.